നീ പറഞ്ഞതുപോലെയായി. വേദ ഇപ്പോൾ ഒരു മനുഷ്യ സ്ത്രീയെ മാറാൻ തുടങ്ങി. നമ്മൾ വിചാരിച്ചതുപോലെ അവളുടെ കല്യാണം നടക്കാതെ വരുമോ സ്വാതി? അവളുടെ ജാതകത്തിൽ കല്യാണയോഗം ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അത് നമ്മൾ ശ്രമിച്ചാലും നടക്കും, ശ്രമിച്ചില്ലെങ്കിലും നടക്കും. ഒരു ശ്രമം പാഴായി പോയെന്ന് കരുതി എല്ലാം അങ്ങനെ ആവണമെന്നില്ലല്ലോ ഏട്ടാ. നമുക്ക് ഇനിയും ശ്രമിക്കാം. ആദ്യം ഉണ്ടായിരുന്ന ഉത്സാഹവും ആത്മവിശ്വാസവും ഒക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങിയതുപോലെ. എൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു അവൻ. അവനെപ്പോലും കൺവിൻസ് ചെയ്യിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരെ കണ്ടെത്താൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പേടിയുണ്ടോ ഏട്ടന്? ഇപ്പൊ കുറേശ്ശെ തോന്നി തുടങ്ങിയിരിക്കുന്നു. അതിനർത്ഥം വേദ വിജയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നോ? ഈ പേടിയാണ് അവളുടെ ആയുധം. ഇങ്ങനെയായാൽ അവള് പറയുന്നത് തന്നെയാണ് ശരിയെന്ന് നമ്മളെ കൊണ്ട് തന്നെ ഒരു ഘട്ടത്തിൽ അവക്ക് പറയിപ്പിക്കാൻ പറ്റും. അങ്ങനെ വന്നാ ഈ വീട്ടിലൊരു ഭൂകമ്പം ഉണ്ടാവും. ആദ്യമായി ഏട്ടനും ഗിരിയും തമ്മിൽ തെറ്റും. അങ്ങനൊന്നും സംഭവിക്കാൻ പാടില്ല. പണ്ട് നിന്റെ കാര്യം പറഞ്ഞ ഞാനും ഗിരിയും തമ്മിൽ വഴക്കിട്ടിട്ടുള്ളത്. പിണങ്ങിയിട്ട് അവനിവിടെ നിന്ന് ഇറങ്ങി പോവുക വരെ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു സംഭവം ഈ വീട്ടിലുണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ വേദയെക്കുറിച്ച് ഓർത്തുള്ള ഈ സങ്കടവും നിരാശയും അവസാനിപ്പിക്കണം. അവളുടെ കല്യാണം മുടങ്ങുന്നതല്ലോ, മുടക്കുന്നതല്ലേ. അതും അവള് സ്വയം. അങ്ങനെയുള്ള അവളോട് സഹതാപത്തിന്റെ ഒരു ആവശ്യമില്ല. അവൾ അത് അർഹിക്കുന്നില്ല. പക്ഷേ അവള് ചോദിക്കുന്ന ചോദ്യം ശരിയല്ലേ സ്വാതി? കല്യാണത്തിന് ശേഷം ഭർത്താവിന്റെ വീട്ടിൽ അവൾക്ക് സമാധാനമായിട്ട് കഴിയണ്ടേ? ഇപ്പം അറിഞ്ഞില്ലെങ്കിലും വിവാഹശേഷം ഞാനുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞാ പലതും അവൾക്ക് സഹിക്കേണ്ടി വരില്ലേ? ഭർത്താവ് ഒരുപക്ഷെ അവളുടെ കൂടെ നിൽക്കുമായിരിക്കും. എന്നാൽ അതുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ ഭർത്താവിന്റെ വീട്ടുകാർ. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. എന്നുവെച്ച് നമുക്ക് ഗിരിയെ കൊണ്ട് കെട്ടിക്കാൻ പറ്റില്ലല്ലോ. കല്യാണം എന്ന് പറയുന്നത് ഒരു ഭാഗ്യപരീക്ഷണമായിട്ടല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാം തികഞ്ഞൊരു ബന്ധം എന്ന് കരുതിയിട്ടുള്ള എത്ര ബന്ധങ്ങളാ തകർന്നു പോയിട്ടുള്ളത്. നന്നാവില്ല എന്ന് കരുതി നന്നായിട്ടുള്ളതും എത്രയോ ഉണ്ട്. ഞാൻ തന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമല്ലേ. മരിക്കാൻ ഒരു ബലിമൃഗത്തെ പോലെ വന്ന എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ? ആ കാര്യം നീ ഇനി പറയരുത്. ഞാൻ ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടുന്നില്ല. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. തൽക്കാലം ഒരു വഴി വേദയുടെ കാര്യത്തിൽ തെളിയും എന്ന് വിചാരിച്ച് കാത്തിരിക്കാം. ശ്രമങ്ങളൊന്നും നിർത്തണ്ട. അവളുടെ കഴുത്തിൽ താലി ചാർത്താൻ എവിടെയോ ഒരാൾ കാത്തിരിപ്പുണ്ട്. അയാളെ കണ്ടെത്തിയാൽ മാത്രം മതി. അത് നടക്കും. നടക്കും നിന്റെ മനസ്സ് പറയുന്നുണ്ട്.